വാക്കിൽ നിന്നുള്ള പിന്മാറ്റം വിശ്വാസവഞ്ചനയാണ്. CJP പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കാളികളായവർക്കെതിരെ രാജ്യവ്യാപകമായി തുടരുന്ന പോലീസ് നടപടികളിൽ സർക്കാരിന് താക്കീതുമായി CJP. സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ ശക്തമായ നടപടികളിലേക്ക് പോകുമെന്ന് CJP പ്രതികരിച്ചു. അസം, ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് CJP നിലപാട് കടുപ്പിച്ചത്. പോലീസ് നടപടി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കും. പോലീസ് നടപടി ഉണ്ടാകില്ലെന്ന സർക്കാരിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം പിൻവലിച്ചത്. BJPയും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപടികൾ ഉണ്ടാകില്ല എന്നായിരുന്നു ചർച്ചകളിൽ ലഭിച്ച ഉറപ്പ്. ഇത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ചർച്ചകളിൽ കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് പങ്കാളികളായ JP നദ്ദയും ഡോക്ടർ ജിതേന്ദ്ര സിംഗും തയ്യാറാകണം. ഉറപ്പു നൽകിയതിൽ നിന്നും മാറിയത് വിശ്വാസവഞ്ചനയാണ്. ഇത് യുവാക്കൾ അംഗീകരിക്കില്ല. വാഗ്ദാനങ്ങൾ നൽകുന്നതിലൂടെയല്ല, പാലിക്കുന്നതിലൂടെയാണ് സർക്കാരിന് വിശ്വാസ്യത ലഭിക്കുന്നതെന്നും CJP പറഞ്ഞു. വോളണ്ടിയർ മുഹമ്മദ് ജുനൈദിനെ കുറിച്ച് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളിൽ വീഴരുതെന്നും CJP പറഞ്ഞു. പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുകയും ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ള FIR റദ്ദാക്കുകയും വേണമെന്നും ചുരുങ്ങിയ പക്ഷം നാളേക്കകം ഇത് നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും CJP വക്താവ് ആവശ്യപ്പെട്ടു. അതേസമയം CJPയുടെ പാർലമെന്റിലേക്കുള്ള പ്രതിഷേധത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തി. പ്രതിഷേധത്തിന്റെ പേരിൽ പോലീസിന് അമിത അധികാരം പ്രയോഗിക്കാനാകില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. പോലീസിനും കേന്ദ്ര സേനകൾക്കുമെതിരെ കേസെടുക്കണമെന്ന CJPയുടെ അടക്കം ഹർജികൾ പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. നാളെ വിശദമായ വാദം കേൾക്കാമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചത് ഒരു ജവാനാണെന്ന് ഇതിനിടെ CRPF കണ്ടെത്തി. സമരക്കാർക്ക് നേരെ 7 റൗണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്നാണ് CRPFന്റെ ആഭ്യന്തര റിപ്പോർട്ട്. വിദ്യാർത്ഥി പ്രതിഷേധത്തിലേക്ക് പെല്ലറ്റ് ഗണ്ണോ ഇലക്ട്രിക് ഷോക്കോ പ്രയോഗിക്കേണ്ട സാഹചര്യം CJPയുടെ പാർലമെന്റ് മാർച്ചിൽ ഇല്ലായിരുന്നുവെന്നാണ് സേനയുടെ ആഭ്യന്തര അവലോകനത്തിലെ കണ്ടെത്തൽ. സേനാ അംഗങ്ങളും സ്വയം സുരക്ഷയ്ക്കുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്നും RFF വിലയിരുത്തി. മാർച്ചിനെ നിയന്ത്രിക്കാൻ വിന്യസിച്ച ഉദ്യോഗസ്ഥർക്ക് മതിയായ നിർദ്ദേശങ്ങൾ നൽകിയില്ലെന്നും കണ്ടെത്തലുണ്ട്.